മണക്കനാട് ഗവൺമെന്റ് യു.പി. സ്കൂൾ പരിസരത്ത് കക്കൂസ് മാലിന്യം വിതറുന്ന സംഘം വീണ്ടും വിലസുന്നു. മാസങ്ങൾക്കുള്ളിൽ 10ലേറെ തവണയാണ് ഗതാഗത തിരക്കേറിയ കോഴ-പാല റോഡിന്റെ പാർശ്വത്തായി സ്കൂൾ പരിസരത്തുമായി ജനവാസ കേന്ദ്രത്തിൽ വാഹനത്തിലെത്തിച്ച് കക്കൂസ് മാലിന്യം വിതറുന്നത്. മണക്കനാട് ഗവൺമെന്റ് യു.പി. സ്കൂളിന് മുൻവശത്തുള്ള തരിശു കിടക്കുന്ന പാടത്താണ് വാഹനത്തിലെത്തിച്ച് പതിവായി കക്കൂസ് മാലിന്യം തള്ളുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ നടപടിക്കെതിരെ പലതവണ ജനകീയ പ്രതിഷേധം ശക്തമായിരുന്നുവെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചകളാണ് നാട്ടിൽ കാണുന്നത്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ജനകീയ പ്രതിഷേധം ജ്വലിക്കുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ അനങ്ങാപ്പാറ നയമാണ് കാണിക്കുന്നത് എന്ന് ജനപ്രതിനിധികളടക്കം ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്നു. രാത്രി സമയത്ത് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് ചെവിക്കൊള്ളാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. മാലിന്യ നിക്ഷേപം തുടർക്കഥയായതോടെ ജില്ലാ അധികാരികളോടും പോലീസ് മേധാവികളോടും പഞ്ചായത്ത് അംഗം വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ നാട്ടുകാർ. 100ഓളം കുരുന്നുകൾ പഠിക്കുന്ന വിദ്യാലയത്തിന് മുമ്പിൽ ആരോഗ്യ ഭീഷണി ഉയരുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതിലുപരി മാലിന്യ നിക്ഷേപം ജലാശയങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പകരുന്നത് നാടിന്റെ പൊതു ആരോഗ്യ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അധികൃതർ കണ്ണു തുറക്കാനും നിയമ നടപടി സ്വീകരിക്കാനും തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തുളസീദാസ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ വർഷം തന്നെ 20 പ്രാവശ്യത്തോളം ഈ കക്കൂസ് മാലിന്യം കൊണ്ടടിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. നമ്മളിത് നിരന്തരം പോലീസ് സ്റ്റേഷനിൽ ഓരോ പ്രാവശ്യം കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളുമ്പോഴും സ്റ്റേഷനിൽ വിളിച്ച് എസ്ഐയോട് പറയും. അപ്പോൾ അവർ പരിശോധിക്കാം, നമുക്ക് പിടിച്ചേക്കാം എന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഒരു നടപടി എടുക്കുവാൻ ഈ പരങ്ങാളി സ്റ്റേഷനിൽ സാധിച്ചിട്ടില്ല. 10-78 പിള്ളേർ പഠിക്കുന്ന മണ്ണങ്ങാട് സ്കൂളിൻ്റെ വാതിക്കൽ നിരന്തരം കൊണ്ട് അടിക്കുന്ന ഈ കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളുമ്പോൾ പോലീസ് അധികാരികൾക്കും ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കുകയാണ്. എന്തായാലും ഇതിന് പ്രതിഷേധവുമായി ഈ നാട്ടുകാരും ഇവിടെയുള്ള സകല ജനങ്ങളും രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്.